സ്റ്റൈലിൽ ഒരു നെയ്മീൻ കറി ഉണ്ടാക്കാം. അതിനായി 3/4 കിലോ നെയ്മീൻ കഴുകി വൃത്തിയാക്കി സ്ലൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ കറിക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, 25 ചെറിയ ഉള്ളി ചതച്ചത്, 3 കുടംപുള്ളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, കല്ലുപ്പാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത്. കല്ലുപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. പിന്നെ മസാലപ്പൊടികൾ: കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലാസ്റ്റ് ചേർക്കാൻ ലേശം കുരുമുളക് പൊടി. വേണ്ടത് കടുക്, ഉലുവ, ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് വെച്ചിട്ട് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആദ്യം ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, വഴറ്റിയെടുക്കാം. അത് ഈ ഓയിലിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം, വഴറ്റിയെടുക്കാം. നമുക്കിത് ഈ ഓയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കേരള നാടൻ സ്റ്റൈൽ നെയ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള നെയ്മീൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുകയാണ്. അതൊന്ന് ചെറുതായൊന്ന് വഴലട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ എരിവിലൊന്നും മൂക്കട്ടെ. എല്ലാം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് വഴറ്റാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളെല്ലാം കൂടി ഓയിലിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തൊന്ന് നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്ക് ഒരു മുകളിലോട്ട് മാറ്റി പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. തണുക്കട്ടെ. തണുക്കാനായി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്കത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അതേ കടായി എടുത്ത് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ഒരു കറിവേപ്പില എല്ലാം നല്ലപോലെ വറ്റിയ ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. ജാറ് കഴുകി വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഇളക്കാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി ഒരു തിള വരുന്നവരെ വയ്ക്കും. വെച്ച്
പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മീൻ കഷ്ണം ഓരോന്നായി പുറക്കിയിടാം. അടച്ചു വെച്ച് നമുക്ക് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. കറിയെല്ലാം വെന്ത് കുടിയായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് തുറന്നൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മളാകെ 1 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. തുറന്ന് വെച്ച് നമുക്ക് 1 മിനിറ്റ് നോക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തത്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് കറി വേകുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്ന് കുറേ വറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ സ്റ്റൈൽ നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സ്പൂണിട്ട് അധികം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്, പൊടിഞ്ഞു പോകും. ഇത് ഇരുന്ന് കുറേ വറ്റും. തണുക്കുന്നതിനെ നമുക്ക് അടച്ചു വയ്ക്കാം. കറിയെല്ലാം വെന്ത് കുറുകി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നാടൻ സ്റ്റൈൽ നെയ്മീൻ കറി റെഡി. ഇത് ചോറ്, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നാടൻ നെയ്മീൻ കറി റെഡി.